ഉർവശി ഭൂട്ടാലിയയുടെ നിശബ്ദതയുടെ മറുവശം എന്ന കൃതി ഏതു ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്ത്യാ വിഭജനം. താഴെ പറയുന്നവരിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് പദവി അലങ്കരിച്ചിട്ടുള്ളവർ ആരെല്ലാം? ജോർജ് യൂൾ, ആനന്ദ് മോഹൻ ബോസ്, മഹാത്മാഗാന്ധി, നെൽസൺ ഗുപ്ത. 1847 ഹെർമൻ ഗുണ്ടർട്ട് ആരംഭിച്ച ദിനപത്രം അല്ലെങ്കിൽ പത്രങ്ങൾ ഏതെല്ലാം? പശ്ചിമോദയം, രാജ്യസമാചാരം. വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾ കണക്കാക്കി 2025 കേരള ജ്യോതി പുരസ്കാരത്തിന് അർഹനായ ചരിത്രകാരൻ കൂടിയായ വ്യക്തി എം.ആർ. രാഘവ വാര്യർ. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി അഥവാ ജോഡികൾ ഏവ? ബിൽഹന വിക്രമാംഗ ദേവചരിതം, അതുല മൂഷകവംശ മഹാകാവ്യം. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഏതു വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ടോപ്പോഗ്രാഫിക് മാപ്പുകളിലെ കോണ്ടൂർ രേഖകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന സാങ്കല്പിക രേഖയാണിത്. കോണ്ടൂർ രേഖകൾ തമ്മിലുള്ള അകലം കുറവാണെങ്കിൽ അത് ചെങ്കുത്തായ ചരിവിനെ സൂചിപ്പിക്കുന്നു. കേരളത്തിലെ ഭൂപ്രകൃതി വിഭാഗങ്ങളെ സംബന്ധിച്ച് വിസ്തൃതയുടെ അടിസ്ഥാനത്തിൽ അവയെ ശരിയായ ക്രമത്തിൽ കൂടുതൽ വിസ്തൃതിയിൽ നിന്ന് കുറഞ്ഞതിലേക്ക് ക്രമീകരിക്കുക. മലബാറിനാണ് കൂടുതൽ വിസ്തൃതി, അതിനുശേഷം ഇടനാട്, തീരപ്രദേശം. ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന തുറമുഖമാണ് കണ്ട്ല എന്നത് തെറ്റാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തെ പ്രധാന തുറമുഖമാണ് മുംബൈ. ഒരു നദീജന്യ തുറമുഖത്തിന് ഉദാഹരണമാണ് കൊൽക്കത്ത. ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖമാണ് വിശാഖപട്ടണം. ഇന്ത്യയുടെ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് ഏത്? കിഴക്കൻ തീരസമതലത്തെ അപേക്ഷിച്ച് പടിഞ്ഞാറൻ തീരസമതലത്തിന് വീതി കൂടുതലാണ്. ശരിയായവ: ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. ഹിമാലയത്തിലെ ഏറ്റവും തെക്കേയറ്റത്തുള്ള പർവ്വതനിരയാണ് സിവാലിക്. കിഴക്കൻ തീരസമതലത്തെ അപേക്ഷിച്ച് പടിഞ്ഞാറൻ തീരസമതലത്തിലെ വീതി കൂടുതലാണ് എന്നത് തെറ്റാണ്. കിഴക്കൻ തീരസമതലത്തിനാണ് വീതി കൂടുതൽ. ഇന്ത്യയിലെ കാർഷിക കാലങ്ങളും വിളകളും ശരിയായി യോജിക്കുന്നവ തിരഞ്ഞെടുക്കുക. ഖാരിഫ് നെല്ല് ചോളം, റാബി ഗോതമ്പ് ബാർലി, സെയ്ദ് തണ്ണിമത്തൻ പച്ചക്കറി. ISROയുടെ ആദിത്യ L1 ദൗത്യത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായവ? ഓപ്ഷൻ സി 3 മാത്രം. സൂര്യന്റെ അടുത്തുള്ള L4 ലാഗ്രാഞ്ച് പോയിന്റിലാണ് ഉപഗ്രഹം സ്ഥാപിച്ചിരിക്കുന്നത് എന്നത് തെറ്റാണ്. ഇത് സൂര്യനെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ അധിഷ്ഠിത ദൗത്യമാണ്. 2023 സെപ്റ്റംബർ 2 PSLVയുടെ C-57 ഉപയോഗിച്ചാണ് വിക്ഷേപിച്ചത്. ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്തത് ഡോക്ടർ ഗ്രീൻ ഗാൾട്ടൻ. ഭാരതത്തിൽ 1 രൂപ നോട്ട് പുറത്തിറക്കുന്നത് ആരാണ്? ധനകാര്യ മന്ത്രാലയം. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായത്? അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങളും കീടനാശിനികളും. നീതി ആയോഗിന്റെ ആസ്ഥാനം ഡൽഹി. അമൃതകാലം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കേന്ദ്ര ബജറ്റ് 2023-24. അടുത്ത കാലത്ത് വാർത്തകളിൽ ഇടം പിടിച്ച ടെസ്ല താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈദ്യുത കാർ നിർമ്മാണം. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത്? 2, 3 എന്നിവ ശരിയല്ല. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി വിദേശ രാജ്യങ്ങളിലെ ഭരണഘടനകളിൽ നിന്നും ആശയങ്ങൾ കടമെടുക്കുകയും അത് അതേപടി നടപടിയിൽ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. അതേപടിയല്ല ഉൾപ്പെടുത്തിയത്, അതിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഉൾപ്പെടുത്തിയത്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചു എന്നതും തെറ്റാണ്. ശരിയായവ: 1928 മോത്തിലാൽ നെഹ്റുവും മറ്റ് 8 കോൺഗ്രസ് നേതാക്കളും ഇന്ത്യക്കായി ഒരു ഭരണഘടന രൂപം നൽകി. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ മീറ്റിംഗ് 1946 ഡിസംബറിൽ നടന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലെ റിപ്പബ്ലിക് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഇന്ത്യയുടെ രാഷ്ട്രത്തലവൻ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായിരിക്കും.
1955 ഇന്ത്യൻ പൗരത്വ നിയമം അനുസരിച്ച് ഒരു ഇന്ത്യൻ പൗരന്റെ ഇന്ത്യക്കാരി അല്ലാത്ത ഭാര്യയ്ക്ക് ഇന്ത്യയിൽ പൗരത്വം ലഭിക്കുവാനുള്ള രീതിയുടെ പേര് എന്താണ്? രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം. ഇന്ത്യൻ ഭരണഘടനയിൽ അനുച്ഛേദം 20 ഉൾപ്പെടാത്ത വസ്തുത നിയമ നടപടിക്രമങ്ങളിലൂടെ അല്ലാതെ ഒരാളുടെ ജീവനും സ്വാതന്ത്ര്യവും ഹനിക്കരുത്. താഴെ പറയുന്നവയിൽ തെറ്റായ വസ്തുതകൾ ഏതെല്ലാം? ഓപ്ഷൻ ബി, ഒന്ന് മാത്രം. 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തവകാശം മൗലികാവകാശമല്ലാതാക്കി മാറ്റി. 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക അവകാശങ്ങൾ കൂട്ടിച്ചേർത്തു. 42-ാം ഭരണഘടനാ ഭേദഗതി ചെറു ഭരണഘടന എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ 3 പ്രസ്താവനകളും ശരിയാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകളുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുതകൾ ഏതെല്ലാമാണ്? 2, 3 എന്നിവ തെറ്റാണ്. മൗലിക കടമകൾ സോവിയറ്റ് യൂണിയനിലെ ഭരണഘടനയിൽ നിന്നും മാതൃകയായി സ്വീകരിച്ചതാണ്. മൗലിക കടമകൾ അനുച്ഛേദം 51A-യിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നിവ ശരിയാണ്. 2023 19 കേന്ദ്ര ഗവൺമെന്റ് വകുപ്പുകളിലെ 42 കേന്ദ്ര നിയമങ്ങളിലെ 183 വകുപ്പുകൾ ഭേദഗതി വരുത്തി ചെറിയ തരത്തിലുള്ള ചട്ടലംഘനങ്ങൾക്കുള്ള ശിക്ഷ കുറയ്ക്കുന്നതായി കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന ബില്ല് അറിയപ്പെടുന്നത് ജൻ വിശ്വാസ് ബിൽ. ഇന്ത്യൻ പാർലമെന്റിൽ രാജ്യസഭയുടെയും ലോകസഭയുടെയും സംയുക്ത സമ്മേളനത്തെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വിവരങ്ങൾ ഏതെല്ലാം? പാർലമെന്റ് സംയുക്ത സമ്മേളനത്തിലൂടെയാണ് സ്ത്രീധന നിരോധന നിയമം കൊണ്ടുവന്നത്. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ ബില്ല് പാസ്സാവാൻ പ്രത്യേക ഭൂരിപക്ഷം വേണ്ട. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് ലോക്സഭാ സ്പീക്കറാണ്. കേന്ദ്ര സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെല്ലാം? മിത്ര 181 എന്ന ഹെൽപ്പ് ലൈൻ പദ്ധതി സ്ത്രീ സുരക്ഷ ഒരുക്കുന്നു. യാത്ര ചെയ്യുന്ന വനിതകൾക്ക് താമസ സൗകര്യം ഒരുക്കുവാൻ വനിതാ മിത്ര കേന്ദ്രം ഒരുക്കിയിരിക്കുന്നു. വനമിത്ര എന്ന പേരിൽ ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന സ്ത്രീകൾക്ക് നൈപുണ്യ വികസന കേന്ദ്ര സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നു. കേരളത്തിലെ തണ്ണീർത്തട സംരക്ഷണവുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏതെല്ലാം? 2, 4 എന്നിവ ബന്ധമില്ലാത്ത പ്രസ്താവനകളാണ്. ബന്ധമുള്ളവ: തണ്ണീർത്തട അതോറിറ്റിയുടെ അധ്യക്ഷൻ പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ്. തണ്ണീർത്തടം എന്നതിൽ മനുഷ്യനിർമ്മിത കുടിവെള്ള പദ്ധതികൾ ഉൾപ്പെടുന്നു. ദേശീയ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലെ ഗോത്ര ജനതയ്ക്ക് 100 തൊഴിൽ ദിനങ്ങൾക്ക് പുറമെ കൂടുതൽ തൊഴിൽ ദിനങ്ങൾ ലഭ്യമാക്കുന്ന കേരള ഗവൺമെന്റിന്റെ പദ്ധതിയുടെ പേര് കേരള ട്രൈബൽ പ്ലസ്. സൈബർ ലോകത്ത് വർദ്ധിച്ചുവരുന്ന കുറ്റകൃത്യങ്ങൾക്കെതിരെ കുട്ടികളെ സജ്ജരാക്കാൻ കേരള പോലീസ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര് കൂട്ട്. അണുബാധയോട് ആദ്യം പ്രതികരിക്കുന്ന ആന്റിബോഡി ഏതാണ്? IgM. ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയന്റ് ഓഫ് ബയോഡൈവേഴ്സിറ്റി കൊണ്ട് സൂചിപ്പിക്കുന്നതെന്ത്? ജൈവ വൈവിധ്യം ഭൂമധ്യരേഖയിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് കുറയുന്നു. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്തിനെ സൂചിപ്പിക്കുന്നു? സന്ധികളിലെ കാർട്ടിലേജ് നശിക്കൽ. ഒനോതെറ ലാമാർക്കിയാന എന്ന സസ്യം താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മ്യൂട്ടേഷൻ സിദ്ധാന്തം. ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ ദൗത്യം അഥവാ പൊതുജനാരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ആയുഷ്മാൻ ഭാരത് PMJ. അംഗീകൃത സാമൂഹികാരോഗ്യ പ്രവർത്തകരായ ആശ എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ്. താഴെ പറയുന്നവയിൽ മർദ്ദത്തിന്റെ യൂണിറ്റ് അല്ലാത്തത്? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നത് മർദ്ദത്തിന്റെ യൂണിറ്റ് അല്ല. കിലോഗ്രാം പെർ മീറ്റർ സെക്കൻഡ് സ്ക്വയറും പാസ്കൽ, ന്യൂട്ടൺ മീറ്റർ സ്ക്വയറുമാണ് മർദ്ദത്തിന്റെ യൂണിറ്റുകൾ. അൾട്രാവയലറ്റ് രശ്മികൾക്ക് ഇൻഫ്രാറെഡ് രശ്മികളേക്കാൾ കൂടുതൽ ഊർജമുണ്ട്. എക്സ്റേക്ക് ഗാമ വികിരണങ്ങളേക്കാൾ തരംഗദൈർഘ്യം കൂടുതലാണ്. 2 പ്രസ്താവനകളും ശരിയാണ്. ഒരു വീട്ടിൽ ഉപയോഗിക്കുന്ന ഊർജം 200 kWh ആണെങ്കിൽ ആകെ ഊർജത്തിന്റെ അളവ് ജൂളിൽ എത്ര? 72 × 10⁻⁷ ജൂൾ. 2024 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയത് ഏത് സംഘടനയാണ്? നിഹോൺ ഹിഡാൻകോ. 1 ലിറ്റർ ലായനിയിൽ അടങ്ങിയിരിക്കുന്ന ലീനത്തിന്റെ മോളുകളുടെ എണ്ണം. മൊളാരിറ്റി. ഒരു അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായു കുമിളകളുടെ വലുപ്പം മുകളിലേക്ക് എത്തും തോറും കൂടുന്നു. ഇത് ഏത് വാതക നിയമത്തെ സൂചിപ്പിക്കുന്നു? ബോയിൽ നിയമം. പാലിനാണോ തൈരിനാണോ pH മൂല്യം കൂടുതൽ? പാലിനാണ് pH മൂല്യം കൂടുതൽ. ഗ്രഫീൻ എന്താണ്? കാർബണിന്റെ ഒരു അലോട്രോപ്പ്.
ആദ്യത്തെ ലോകകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റ് എപ്പോൾ എവിടെയാണ് നടന്നത്? 1975 ഇംഗ്ലണ്ടിൽ. താഴെ പറഞ്ഞ പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? മോഹിനിയാട്ടം കേരളത്തിന്റെ തനത് ലാസ്യ നൃത്ത കലാരൂപമാണ്. ഭാരതി ശിവജി മോഹിനിയാട്ടവുമായി ബന്ധപ്പെട്ട കലാകാരിയാണ്. കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ കേരളത്തിലെ പ്രശസ്തയായ മോഹിനിയാട്ട നർത്തകിയായിരുന്നു. മോഹിനിയാട്ടത്തിന്റെ വളർച്ചയ്ക്ക് സംഭാവനകൾ നൽകിയ തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ. എല്ലാം ശരിയാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് ആദ്യം സംഭവിച്ചത്? പഴശ്ശി കലാപം. താഴെ പറയുന്നവയിൽ ശരിയായത് കണ്ടെത്തുക. 2025 ONV പുരസ്കാരം കവി N പ്രഭാവർമ്മയ്ക്ക് ലഭിച്ചു. 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ബാനു മുഷ്താഖാണ്. കാർബൺ ന്യൂട്രൽ വിശേഷ് ദേശീയ പുരസ്കാരം ആദ്യമായി നേടിയ ഗ്രാമപഞ്ചായത്ത് വയനാട് ജില്ലയിലെ മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത്. ക്ലാസ് C ഫയറുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ജ്വലന സ്വഭാവമുള്ള വാതകങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തം. ജ്വലനത്തിനടിസ്ഥാനമായ ഘടകങ്ങളെ ആസ്പദമാക്കി അഗ്നിശമനം നടത്തുന്നതിനായുള്ള വിവിധ മാർഗങ്ങളിൽ ശരിയായത് താഴെ പറയുന്നവയിൽ ഏതാണ്? കൂളിംഗ്, സ്മോത്തറിംഗ്, സ്റ്റാർവേഷൻ. തീയുടെ വ്യാപനത്തിന് ആവശ്യമായ ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത് ചുവടെ ചേർക്കുന്നവയിൽ ഏതാണ്? ഇവയൊന്നുമല്ല. ഒരു വസ്തു ജ്വലന സ്രോതസ്സിന്റെ സഹായമില്ലാതെ സ്വയം കത്തുന്നതിനാവശ്യമായ ഏറ്റവും കുറഞ്ഞ ഊഷ്മാവിലെ ജ്വലനോഷ്മാവ് എന്ന് പറയുന്നു. യൂണിറ്റ് മാസുള്ള ഒരു വസ്തു സ്ഥിരമായ ഊഷ്മാവിൽ ഖരാവസ്ഥയിൽ നിന്നും ദ്രാവകാവസ്ഥയിലേക്ക് മാറുന്നതിനാവശ്യമായ താപമാണ് ദ്രവീകരണ ലീനതാപം. ഉത്പതനം എന്ന പ്രക്രിയ താഴെ പറയുന്ന ഏത് ഖരപദാർത്ഥത്തിൽ ആണ് സംഭവിക്കുന്നത്? സോഡിയം ക്ലോറൈഡ്. ചുവടെ ചേർക്കുന്നവയിൽ ദ്രവണാങ്കം ഏറ്റവും കൂടിയ ലോഹം ടങ്സ്റ്റൺ. ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസിന് നൽകിയിരിക്കുന്ന യുണൈറ്റഡ് നേഷൻസ് നമ്പർ താഴെ പറയുന്നവയിൽ ഏതാണ്? UN നമ്പർ 1075. അഗ്നിശമനത്തിന് ഉപയോഗിക്കുന്ന ഡ്രൈ കെമിക്കൽ പൗഡറിൽ ഉൾപ്പെടാത്ത ഘടകം ചുവടെ ചേർക്കുന്നവയിൽ ഏതാണ്? ഇവയൊന്നുമല്ല. ദുരന്ത അപകട സാഹചര്യങ്ങളിൽ വ്യക്തിയുടെ പരിക്കിന്റെ തീവ്രതയെയും നൽകേണ്ട ചികിത്സയെയും അടിസ്ഥാനമാക്കി അപകടത്തിൽപ്പെട്ടവരെ തരംതിരിക്കുന്നതിൽ ട്രയേജ് എന്ന് പറയുന്നു. CPRന്റെ പൂർണ്ണരൂപം കാർഡിയോ പൾമനറി റിസസിറ്റേഷൻ. ശരീരത്തിലെ അസ്ഥി പൊട്ടി അതിന്റെ ഭാഗങ്ങൾ ശരീരകലകളെയും ത്വക്കിനെയും തുളച്ച് മുറിവുണ്ടാക്കി പുറത്തുവരുന്ന തരത്തിലുള്ള അഗ്നിഭംഗത്തെ കോമ്പൗണ്ട് ഫ്രാക്ചർ എന്ന് പറയുന്നു. പൊള്ളലേറ്റ വ്യക്തികൾക്ക് നൽകുന്ന പ്രഥമ ശുശ്രൂഷകളിൽ ഉൾപ്പെടാത്തത് ചുവടെ ചേർക്കുന്നവയിൽ ഏതാണ്? പൊള്ളലേറ്റ ഭാഗത്ത് ലോഷൻ, ഡെറ്റോൾ എന്നിവ ഉപയോഗിക്കുക. പാമ്പുകടിയേറ്റ വ്യക്തിക്ക് നൽകുന്ന പ്രഥമ ശുശ്രൂഷയിൽ ഉൾപ്പെടാത്തത് ചുവടെ ചേർക്കുന്നവയിൽ ഏതാണ്? എല്ലാം ഉൾപ്പെടും. അടിയന്തരമായി ആന്റിവെനം കുത്തിവയ്ക്കാൻ സൗകര്യമുള്ള ആശുപത്രിയിൽ എത്തിക്കുക. കടിയേറ്റ ഭാഗം ഹൃദയനിരപ്പിൽ നിന്ന് താഴ്ത്തിവെക്കുക. നടക്കാൻ അനുവദിക്കാതിരിക്കുക. ഒരു വ്യക്തിയുടെ ശ്വാസനാളത്തിൽ പുറമേ നിന്നുള്ള വസ്തുക്കൾ പ്രവേശിച്ച് വായുസഞ്ചാരത്തിന് തടസ്സമുണ്ടാക്കുന്ന അവസ്ഥയെ ചോക്കിംഗ് എന്ന് പറയുന്നു. IRCSന്റെ പൂർണ്ണരൂപം ചുവടെ ചേർക്കുന്നവയിൽ ഏതാണ്? ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി. അപകടത്തിൽപ്പെട്ട വ്യക്തിയുടെ രക്തസ്രാവം നിയന്ത്രിക്കുന്നതിനായി ചുവടെ ചേർക്കുന്ന ഏതെല്ലാം ധമനികൾ പ്രത്യേക മർദ്ദബിന്ദുവായി കണക്കാക്കുന്നു? പൊപ്ലിറ്റിയൽ ആർട്ടറി, ബ്രാക്കിയൽ ആർട്ടറി, ഫിമറൽ ആർട്ടറി. പ്രായപൂർത്തിയായ ഒരു മനുഷ്യന്റെ ശരീരം എത്ര അസ്ഥികൾ ചേർന്നതാണ്? 206. ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് 2000 ഒപ്പുവെച്ച ഇന്ത്യൻ പ്രസിഡന്റ് KR നാരായണൻ. ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ടിന്റെ 66 വകുപ്പ് പ്രകാരം ലഭിക്കുന്ന ശിക്ഷ 3 വർഷം തടവും 5 ലക്ഷം രൂപ പിഴയും. ജനം എന്ന് എഴുതി ജൈനം എന്നുച്ചരിക്കുന്നു. എന്തുകൊണ്ട്? ഔദാസീന്യ ന്യായം. ഡ്രൈവറുടെ അശ്രദ്ധ മൂലം തീവണ്ടി മറിഞ്ഞു. ഈ വാക്യത്തിൽ വിഭക്തി എന്താണ്? സമാസ വിഭക്തി. സന്ദർഭാനുസരണം വേണ്ടത് ആലോചിച്ച് പ്രവർത്തിക്കാൻ മനസാന്നിധ്യവും പ്രാഗൽഭ്യവും ഉള്ളവർ ഒറ്റപ്പദം പ്രത്യുൽപ്പന്ന മതി. ബാഹ്യമായി കരുത്തുറ്റതെന്ന പ്രതീതി ജനിപ്പിക്കുന്നതും എന്നാൽ നിരുപദ്രവകാരിയായതുമായി സൂചിപ്പിക്കുന്ന ശൈലി കടലാസുപുലി. അവളുടെ പേന കളഞ്ഞുപോയി. ഈ വാക്യത്തിലെ പോയി
എന്ന പ്രയോഗത്തിന്റെ പ്രത്യേകത എന്ത്? അനുപ്രയോഗം. സഖാവ് എന്നതിന്റെ സ്ത്രീലിംഗം സഖി. ഐഹികം എന്ന പദത്തിന്റെ വിപരീത പദം ഏത്? പാരത്രികം. ശരിയായ പദം ഏത്? അഭ്യസ്തവിദ്യൻ. ശൗരി ശൂരസേനന്റെ വംശത്തിൽ ജനിച്ചവൻ. സമാസം ഏത്? ബഹുവ്രീഹി. അക്രതു എന്ന പദത്തിന്റെ അർത്ഥമെന്ത്? ബുദ്ധിയില്ലാത്ത.